രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ചയാകട്ടെ രാധയുടെ പ്രണയം ഉടൻ വരുന്നു, ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേൾക്കുക. ഞാൻ കൊല്ലത്താണ്. നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇവിടെ വരാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്താൽ മതി? എൻ്റെ ഫോൺ ഉണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 9645333999 വിളിച്ചാൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത കിട്ടും. ശരിക്കും നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ ജനിച്ചു മരിക്കുന്നതിന് മുമ്പ് അഷ്ടാവക്ര ഗീത നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം. അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. അതേ കണക്ക് പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രം പ്രധാനമായും നിങ്ങൾ തിരുപ്പതി, മൂകാംബിക, മധുര മീനാക്ഷി ക്ഷേത്രം, പിള്ളയാർപ്പട്ടി ക്ഷേത്രം, പളനി ക്ഷേത്രം, അതേ കണക്ക് തന്നെ നമ്മുടെ പിന്നെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഇതൊക്കെ നിങ്ങൾ നിശ്ചയമായി കേട്ടിട്ട് വേണം ആ അമ്പലത്തിലേക്ക് നിങ്ങൾ പോകാൻ. പിന്നെ രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്, അത് നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അത് വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും പാടിയിട്ടിട്ടുണ്ട്. നിശ്ചയമായും നിങ്ങളത് കേൾക്കണം. പിന്നെ കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ അവിടെ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്, കേൾക്കണം. ഭക്തമീരയുടെ കഥയുണ്ട്, നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കേൾക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിയാകുമ്പോൾ മോർണിംഗ് മെസ്സേജ് കിട്ടും. അങ്ങേയറ്റം പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾക്കൊരു ദിവസം ആരംഭിക്കാൻ അത് സഹായിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ
ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എന്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. രാധയുടെ പ്രണയത്തിലേക്ക് സ്വാഗതം. രാധയുടെ പ്രണയം നമ്മൾ ആദ്യം മുതൽ തുടങ്ങുകയാണ്, പുതിയ പുതിയ കണ്ടെത്തലുകളുമായി. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇല്ലേ, ആ ഒരു അശരീരി കേട്ടു. രാധാജിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ, രാധേ കദളിപ്പഴം നീ തന്നെ കഴിക്കണം. എന്നിട്ട് ഡായ്മയോട് പറഞ്ഞു, ഡായ്മ എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം രാധാറാണിക്ക് ഡായ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. രാധയ്ക്ക് ആരെയൊക്കെ ഇഷ്ടമാണോ അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. അവർ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തും. അതുകൊണ്ട് തന്നെ ഡായ്മ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഒരു രാധാഭക്തനായ എനിക്കിത് കേൾക്കുമ്പോൾ എൻ്റെ രോമങ്ങൾ എഴുന്നു നിൽക്കുകയാണ്. കാരണം രാധാജിക്ക് ആരൊക്കെ പ്രിയപ്പെട്ടതാണോ അവരൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയപ്പെട്ടവരായേ പറ്റൂ. മുൻഗണനാക്രമത്തിൽ നമ്പർ 1 അവരാണ്, കൃഷ്ണഭക്തരല്ല. രാധാജിക്ക് ഇഷ്ടപ്പെടുന്നവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ കൃഷ്ണഭക്തരുടെ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ എന്റെ രാധാജിക്ക് ഇഷ്ടമാണ്. അപ്പോ കൃഷ്ണഭക്തരെക്കാൾ ഒരു പടി മുന്നിലാണ് കൃഷ്ണന്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്ന കാര്യത്തിൽ. അതേ കണക്ക് നിങ്ങളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ അശരീരി കേട്ട് ഡായ്മ സ്തംഭിച്ചു നിന്നുപോയി. എന്തു ചെയ്യണമെന്ന് അറിയില്ല. 2-3 ദിവസം കഴിയുമ്പോൾ യശോദാമ്മ വരും. വന്നു കഴിഞ്ഞാലോ ആ വിവാഹമാവുകയാണ്. അയന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ ഇവിടെയാകട്ടെ ഒരു കറുമ്പൻ ഇങ്ങനെ രാധാജിയുടെ പിന്നാലെ നടക്കുന്നു. ഇപ്പോൾ ആകട്ടെ അശരീരിയായിട്ട് കേട്ടിരിക്കുന്നു. അപ്പോൾ ആ ഡായ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, മോളെ നീ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ. അപ്പൊ പറഞ്ഞു ഡായ്മ, 2 ദിവസം കഴിഞ്ഞ് യശോദാമ്മ വരില്ലേ? എനിക്ക് ഈ കർമ്മനെ വിട്ടിട്ട് എങ്ങോട്ടും പോണ്ട. അതിന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഡായ്മ പറഞ്ഞു, മകളെ, ഇതിന്റെ ഉത്തരവും നിനക്ക് അവൻ തന്നെ തരും. അന്നത്തെ ദിവസം രാത്രി രാധാറാണി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം. ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് രാധാറാണിയുടെ അടുക്കൽ അതേ മഞ്ഞ പട്ടുടുത്ത് ആ കറുത്ത പയ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ രാധാജിയുടെ ശിരസിൽ ഇങ്ങനെ തലോടി. അപ്പൊ രാധാജി ഉറക്കത്തിൽ പറയുകയാണ്, നീ എവിടെയാണ് കണ്ണനുണ്ണി? നിന്റെ ശരിയായ പേര് പോലും നീ പറയുന്നില്ലല്ലോ കണ്ണനുണ്ണി. 2 ദിവസം കൂടി കഴിയുമ്പോൾ യശോദാമ്മ വരുന്നു. യശോദാമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടെ പോകണ്ടേ? അയൽ എന്നെ വിവാഹം കഴിക്കില്ലേ? ഞാൻ എന്ത് ചെയ്യും? അപ്പൊ കൃഷ്ണ ആ കറുമ്പൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി രാധാജിയുടെ ചെവിയിൽ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് യശോദാമ്മ വരും. പക്ഷേ എന്റെ രാധാറാണിയെ അന്ന് കൊണ്ടുപോകില്ല. വിഷമിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. അതിനിനിയും സമയമുണ്ട് രാധേ എന്ന് ചെവിയിൽ ഇങ്ങനെ പറയുകയാണ്.
അതെ, അതിനുശേഷം രാധാറാണി ഒന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ കാണാം ഒരു ചെറിയ മഞ്ഞപ്പട്ട്, ഒരു ചെറിയ മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ടിനകത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു മയിൽപ്പീലി, അതിമനോഹരമായ ഒരു മയിൽപ്പീലി. അടുത്ത ദിവസം രാധാറാണി ആ മയിൽപ്പീലി തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങി. അപ്പൊ രാധാറാണി മനസ്സിൽ പറഞ്ഞു, അതെ, അവൻ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ മയിൽപ്പീലി വെച്ചിരിക്കുന്നത്. പിന്നെ അവൻ എന്തിനാണ് എന്നെ ഉറക്കത്തിൽ കാണാൻ വരുന്നത്? ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വന്നൂടായിരുന്നോ? അടുത്ത ദിവസം ഡായ്മ വരാൻ കാത്തിരുന്നു. അപ്പൊ ഡായ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഡായ്മ ഓടിവാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് ഡായ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, എന്നാ രാധക്കുട്ടിയും ഡായ്മ വാ. അപ്പൊ ഡായ്മയും വിളിച്ച് പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഡായ്മ, ഇന്നലെ എന്റെ കറുമ്പൻ വന്നിരുന്നു ഡായ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, അതെയോ, കറുമ്പൻ വന്നിരുന്നു, എന്നിട്ട് എന്താ പറഞ്ഞു? ഡായ്മ, എന്നോട് കറുമ്പൻ പറയുകയാണ്, യശോദാമ്മ 2 ദിവസം കഴിഞ്ഞ് വരും, പക്ഷേ നിന്നെ ഒരു കാരണവശാലും 2 ദിവസം കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോവുകയില്ല. ഇത് ഞാനല്ലേ പറയുന്നത്. എന്നിട്ട് ഒരു മഞ്ഞപ്പട്ട് വെച്ചിട്ട് പോയി ഡായ്മ. അതിനകത്തൊരു മയിൽപ്പീലി വെച്ചിരുന്നു. ഇതാണ് ഡായ്മ ആ മയിൽപ്പീലി. രാധാജി തന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന്, അതായത് ബ്ലൗസ്, ആ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ആ മയിൽപ്പീലി എടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഡായ്മ പറഞ്ഞു, ആഹാ, ഈ കറുമ്പൻ ആള് കൊള്ളാമല്ലോ. അതെ, ഡായ്മ ഒരു കാര്യം ചോദിക്കട്ടെ? അപ്പൊ രാധാറാണി ചോദിച്ചു, എന്താ ഡായ്മ? അപ്പൊ പറഞ്ഞു, എന്റെ രാധയെ കാണാൻ വരുന്ന ആ കറുമ്പനില്ലേ, എങ്ങനെയുണ്ട്? സുന്ദരനാ? ആ ഡായ്മ, അവന്റെ നിറം ശരിക്കും എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഡായ്മ. ചിലപ്പോ തോന്നും കറുപ്പാണെന്ന്, ചിലപ്പോ തോന്നും നീലയാണെന്ന്, ചിലപ്പോഴാകട്ടെ കറുപ്പും നീലയും ഒക്കെ കലർന്നതാണ്. അവൻ മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട്. അവന്റെ ശിരസിലെ മുടിയിലൊരു മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. നല്ല രസമാ ഡായ്മ കാണാൻ. എന്നോട് എന്തൊരു സ്നേഹമാ ഡായ്മ. പക്ഷെ എനിക്ക് മുഖം കാണിക്കുന്നില്ല ഡായ്മ. ആ മുഖത്ത് ഒരു മഞ്ഞ പട്ടുകൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഡായ്മ പറഞ്ഞു, മോളെ, ഇതിനു മുമ്പ് മോളുടെ ജാതകം എഴുതാൻ വന്ന ജ്യോതിഷി പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണാൻ ഒരു ദിവ്യ പുരുഷൻ വരുമെന്ന്. ഈ കറുമ്പൻ ആ ദിവ്യ പുരുഷനാണ് മോളെ. അന്ന് ജ്യോതിഷി പറഞ്ഞ ദിവ്യ പുരുഷനാണിത്. ഈ കറുമ്പനുമായി ചേർന്ന് നീ പ്രണയത്തിന്റെ ഒരു പുതിയ യുഗം സൃഷ്ടിക്കും മോളെ. യാതൊരു സംശയവുമില്ല. ഡായ്മയുടെ മനസ്സ് പറയുന്നു, നീയും ഈ കറുമ്പനും ചേർന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു പുതിയ പ്രണയത്തിന്റെ ആ കൊടുമുടി തീർക്കും മോളെ. അപ്പോഴ് രാധാറാണി ഭയങ്കര നിഷ്കളങ്കമായി ചോദിച്ചു, പുതിയ യുഗമോ? എന്താ ഡായ്മ ഈ യുഗം? അപ്പൊ പറഞ്ഞു, അതേ. പിന്നെ ഡായ്മ ഇങ്ങനെ വീണ്ടും ചിരിച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു, ഡായ്മ പറ ഡായ്മ, എന്താ ഡായ്മ ഈ യുഗം? അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ, ആ കറുമ്പൻ, ആ നീല നിറമുള്ളവൻ, ആ മഞ്ഞപ്പട്ടുടുത്തവൻ, ആ മയിൽപ്പീലി വെച്ചവൻ നിന്നെ പ്രണയിച്ചു കൊല്ലും രാധേ. നിന്റെ ആത്മാവും അവന്റെ ആത്മാവും ഒന്നാ രാധേ. നിന്റെ ആത്മാവിന്റെ പകുതിയായിരിക്കും അവൻ, അല്ലെങ്കിൽ അവന്റെ ആത്മാവ് ഒരാത്മാവിനെ 2ആയി മുറിക്കും രാധേ. അവൻ ഒരു പകുതി, അടുത്ത പകുതി നീ. നിങ്ങളുടെ 2 ആത്മാക്കള് ഒന്നിച്ചു ചേരാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങള് സംഭവിക്കും. രാധാറാണിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അന്നത്തെ ദിവസം വയസ്സറിയിച്ചിട്ട് 3-ാം ദിവസം. അപ്പോൾ
ഡായ്മ പറഞ്ഞു, നോക്കൂ, ഇങ്ങനെ ഇരുന്നാ മതിയാ, നമുക്ക് കുളിക്കണ്ടേ, ഡായ്മയുടെ കൂടെ വാ, കുളിച്ചു സുന്ദരിയാകണ്ടേ. മോടെ കറുമ്പൻ വരുമ്പോഴേക്കും നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കണ്ടേ. ഡായ്മയുടെ മോള് വാ. രാധാറാണിയെ കൊണ്ടുപോയി പാലും മഞ്ഞളും കൂടെ ചേർന്ന ജലമുണ്ട്, അതിനകത്ത് നന്നായിട്ട് കുളിപ്പിച്ചു. തുടർന്നുള്ള ഓരോ ദിവസവും ഓരോരോ ഔഷധ സസ്യങ്ങളിട്ട ജലം കൂടി, ഔഷധ സസ്യങ്ങളിട്ട് തിളപ്പിച്ച ജലം കൂടി ഇതിൻ്റെ കൂടെ ചേർത്തു. അപ്പോൾ ഡായ്മ കുളിപ്പിച്ചതിന് ശേഷം നല്ല പിങ്ക് നിറത്തിലുള്ള സാരി ഉടുപ്പിച്ചു, അതിന് ചേർന്ന ബ്ലൗസ് ഇടിപ്പിച്ചു. ഡായ്മ രാധാറാണിക്ക് പൊട്ടു തൊട്ട് കൊടുത്തു. എന്നിട്ടോ രാധാറാണിക്ക് വാങ്ങിച്ച വില കൂടിയ ആഭരണങ്ങളെല്ലാം ധരിപ്പിച്ചു. എന്നിട്ട് ഡായ്മ പറഞ്ഞു, ഓ എൻ കണ്ണേ, എൻ രാസാ, കണ്ണുപെടും എൻ്റെ മോളെ, എൻ്റെ മോളെ കണ്ണുപെടും. എന്നിട്ട് ഡായ്മ തന്നെ എടുത്തിട്ട് ഓം ത്രികാല സ്മൃതോചരായ ഓം, ഡായ്മ ആ രാധാറാണിയെ ഇങ്ങനെ ഒഴിയുകയാണ്. എൻ്റെ കണ്ണനെ കണ്ണുപെടും കണ്ട, എന്നാ സുന്ദരി, എന്നാ സുന്ദരി. ഡായ്മയുടെ മോളെ, ഇപ്പൊ ആ കർമ്മം കണ്ടാലുണ്ടല്ലോ, നിന്നെ പൊക്കിയെടുത്ത ദിവ്യ ലോകത്തേക്ക് കൊണ്ടുപോകും. ഓ ഡായ്മ, ഡായ്മ, എനിക്ക് നാണം വരുന്നു ഡായ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, മോള് വാ ഡായ്മ, മോളുടെ മുടിയൊക്കെ ചീകി തരാമല്ലോ. അപ്പൊ ഡായ്മ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി ആ മുടി ഇങ്ങനെ ചീകി ഒതുക്കി. അപ്പോ ഡായ്മയ്ക്ക് എന്തെന്നില്ലാത്ത വാത്സല്യം വന്നു. അപ്പൊ ഡായ്മ പറഞ്ഞു, രാധേ രാധേ കുട്ടിക്കുറുമ്പി രാധേ, രാധേ രാധേ കുട്ടിക്കുറുമ്പി രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, ഡായ്മ, ഡായ്മ പാട്ടുപാടിയാ. ആ ഡായ്മ പാട്ടുപാടിയാണല്ലോ, മോളുടെ മുടിയും ചീപ്പുകയാണല്ലോ. രാധേ രാധേ കുട്ടിക്കുറുമ്പി രാധേ, രാധേ രാധേ യമുന പുത്രി രാധേ, രാധേ രാധേ ഡായ്മയുടെ പുന്നാര രാധേ, രാധേ രാധേ ഡായ്മയുടെ പുഞ്ചരാധേ, രാധേ രാധേ കള്ളക്കറുമ്പൻ രാധേ, രാധേ രാധേ കണ്ണൻ കുറുമ്പൻ്റെ രാധേ, രാധേ രാധേ കണ്ണൻ കുറുമ്പൻ രാധേ. അതോടുകൂടി രാധാറാണി ഇളകി ചിരിച്ചു. തന്നെ ഡായ്മ, അവൻ കുറുമ്പനാടായ്മ, അവൻ കുറുമ്പനാടായ്മ. അപ്പോൾ ഡായ്മ പറഞ്ഞു, ആ അവൻ കുറുമ്പനാ, അവൻ നല്ല കുറുമ്പൻ തന്നെ ആയിരിക്കും. ഈ സമയത്ത് പുറത്ത് ശംഖുലിയും വാദ്യമേളവും കേട്ടു. അപ്പോൾ ഉടനെ ഡായ്മ പറഞ്ഞു, മോളെ, മോള് വയസ്സറിയിച്ചത് ബർസാനെ ആഘോഷിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയോ? അതേ മോളെ, ഇവിടുത്തെ ഏതൊരു യുവതി വയസ്സറിയിച്ചാലും അവർ ആടിപ്പാടി തിമിർത്താഘോഷിക്കും. അതെ, പുറത്ത് ശംഖുവിളിയും ആർത്തുല്ലസിക്കുന്ന ആ ആൾക്കൂട്ടവും. രാധാറാണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. അന്ന് രാത്രി രാധാറാണി ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പം രാധാറാണി ഒരു ശബ്ദം കേട്ടു. ആരാണ് ഇത്ര മനോഹരമായി പാടുന്നത്? ഒരു ഓടക്കുഴലിൻ്റെ നാദം, ഒരു ഓടക്കുഴലിൻ്റെ നാദം ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പോൾ രാധാറാണി പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്നു. അതേ, ആ കറുമ്പൻ വന്ന് അടുത്തിരുന്നു. അപ്പോൾ പറഞ്ഞു, രാധാറാണി പറഞ്ഞു, ഇന്നെങ്കിലും ഞാൻ ഉണർന്നിരിക്കുമ്പം നീ വന്നല്ലോ. അപ്പോൾ കൃഷ്ണൻ ആ കറുമ്പൻ പറഞ്ഞു, അതേല്ലോ, നീ ഇന്ന് എന്തോരു സുന്ദരിയായിരിക്കുന്നു എൻ്റെ രാധേ. അപ്പൊ പറഞ്ഞു, ഈ മുഖം എനിക്കൊന്ന് കാണിച്ചതാ, ഈ മുഖം എനിക്കൊന്ന് കാണിച്ചതാ. അപ്പോൾ പറഞ്ഞു, സമയമായില്ല രാധേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ പറഞ്ഞു, നോക്കൂ, യശോദാമ്മ വരും, എന്നെ കൊണ്ടുപോകും.
അപ്പോൾ പറഞ്ഞു, എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ എൻ്റെ അനുവാദം വേണം. എൻ്റെ അനുവാദമില്ലാതെ രാധേ നിന്നെ ആർക്കും കൊണ്ടുപോകാൻ സാധ്യമല്ല. യശോദാമ്മ വരും, വന്നു കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു, അല്ല, തിരിച്ചാണ് വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിന്നെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഒരു നിമിഷം കൃഷ്ണൻ ഇരുന്നിട്ട് പറഞ്ഞു, നോക്കൂ രാധേ, ഇന്നലെ ഞാൻ നിനക്ക് മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് ഒരു മയിൽപ്പീലി തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ രാധാറാണി പറഞ്ഞു, അതെ, നീ ആ മയിൽപ്പീലിയിൽ തൊട്ടുകൊണ്ട് ഗോവിന്ദ എന്ന് വിളിച്ച് എന്നെ സ്മരിച്ചാൽ ആ നിമിഷം ഞാൻ എത്തിയിരിക്കും. അപ്പോൾ പറഞ്ഞു, രാധാറാണി പറഞ്ഞു, ഗോവിന്ദ എന്നാ നിന്റെ പേര്? അപ്പൊ പിന്നെ കണ്ണനുണ്ണി എന്ന് പറഞ്ഞതോ? അപ്പോൾ ആ ഗോവിന്ദൻ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഗോവിന്ദ എന്നും പേരുണ്ട്, കണ്ണനുണ്ണി എന്നും പേരുണ്ട്, എനിക്ക് ഒരുപാട് പേരുണ്ട്, നാരായണനെന്നും പേരുണ്ട്, കൃഷ്ണനെന്നും പേരുണ്ട്, ഒരുപാട് പേരുണ്ട് രാധേ എനിക്ക്. നീ ഇങ്ങനെ ചെയ്താൽ മതി. നോക്കൂ രാധേ, ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ് ഈ മയിൽപ്പീലി. പക്ഷേ എൻ്റെ പേരുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഗോവിന്ദൻ. രാധേ, നിനക്ക് ഞാൻ ഈ മയിൽപ്പീലി തന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഭാവിയിൽ ആരാണോ, ഏതൊരുവനാണോ അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയാണോ ഈ മയിൽപ്പീലിയിൽ സ്പർശിച്ചുകൊണ്ട് ദിവസേന 1001 തവണ ഗോവിന്ദ 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 എന്ന് ഉരുവിട്ട് 90 ദിവസം ആരാണോ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ളവന്റെ സകല സങ്കടങ്ങളും ഞാൻ തീർത്തിരിക്കും. അവൻ എൻ്റെ ലോകത്തേക്ക് വന്നിരിക്കും. രാധേ രാധേ പ്രേക്ഷകർ ആലോചിക്കുക, അതീവ ശുദ്ധമായ ഒരു മയിൽപ്പീലി എടുക്കണം നിങ്ങൾ. അതീവ ശുദ്ധമായ ഒരു മയിൽപ്പീലി എടുത്തിട്ട് നിങ്ങൾ ആ മയിൽപ്പീലിയിൽ സ്പർശിക്കണം. ആ മയിൽപ്പീലിയിൽ നിങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ 2 വട്ടം പറയുമ്പോഴേ ഒന്നാകും. അപ്പൊ ജപമാല എടുത്ത് കയ്യിൽ വെക്കുക. ഒരു ജപമാല 108 ആണ്. അങ്ങനെ നിങ്ങൾ 10 ജപമാല 1008. നോക്കൂ, നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഗോവിന്ദ ഗോവിന്ദ. അപ്പോഴും ഈ വലത് കൈയിലെ മോതിര വിരലാണ് മയിൽപ്പീലി തൊടേണ്ടത്. അപ്പൊ വലത് കൈയിലെ മോതിര വിരല് മയിൽപ്പീലിയിൽ തൊട്ടുകൊണ്ട് ഗോവിന്ദ 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 ഇങ്ങനെ 1001 തവണ ജപിച്ച് ആ മയിൽപ്പീലി നിങ്ങളുടെ പൂജാമുറിയിൽ ശുദ്ധമായി വെക്കുക. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭഗവാൻ തീർത്തിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, മനസ്സ് വേദനിക്കുന്ന ഒരനുഭവം വന്നാൽ പൂജാമുറിയിലേക്ക് കയറുക, വിളക്ക് കൊളുത്തുക, ഈ മയിൽപ്പീലി എടുക്കുക, ആ മയിൽപ്പീലിയിൽ തൊട്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കുക. നിശ്ചയം നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങൾ തരണം ചെയ്തിരിക്കും. കാരണം ഇത് രാധയ്ക്ക് കൃഷ്ണൻ കൊടുത്ത വാക്കാണ്. രാധാറാണിയോട് കൃഷ്ണൻ പറഞ്ഞു, ഭാവിയിൽ അങ്ങനെ ആര് ചെയ്താലും അവന്റെ സങ്കടം ഞാൻ പരിഹരിച്ചിരിക്കും. അപ്പോൾ കൃഷ്ണന് വാക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രേക്ഷകരും അത് ചെയ്യുക. അപ്പോൾ ഉടനെ രാധാറാണി പറഞ്ഞു, അപ്പൊ ഞാൻ ഗോവിന്ദാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നീ എൻ്റെ മുന്നിൽ വരുമോ കൃഷ്ണ? അപ്പോൾ പറഞ്ഞു, അപ്പോഴും തന്നെ ഞാൻ നിന്റെ മുന്നിൽ വരും, യാതൊരു സംശയവും വേണ്ട. എന്നിട്ട് പറഞ്ഞു, ഇനി ഉറങ്ങിക്കൊള്ളൂ, ഇനി എൻ്റെ രാധ ഉറങ്ങിക്കൊള്ളൂ, പെട്ടെന്ന് അവനെ കാണാനില്ല. അപ്പൊ രാധാറാണി വീണ്ടും ഒന്ന് മയങ്ങി. ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രാധാറാണി വിചാരിച്ചു, എന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമോ? രാധാറാണി ആ മയിൽപ്പീലി എടുത്തു, അതിൽ തൊട്ടിട്ട് പറഞ്ഞു, ഗോവിന്ദ ഗോവിന്ദ. അതാ കേൾക്കുന്നു ആ ഓടക്കുഴൽ നാദം. നോക്കിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നു. രാധേ, ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് നീ എന്നെ പരീക്ഷിക്കുകയായിരുന്നു അല്ലേ? ഞാൻ വന്നിരിക്കും രാധേ. എന്നിട്ട് കൃഷ്ണൻ
പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ എങ്ങോ പോയി മറഞ്ഞു. അപ്പോൾ രാധാറാണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. അടുത്ത ദിവസം നോക്കിയപ്പോൾ യശോദാമ്മ വരുന്നു. യശോദാമ്മ കയറി വരികയാണ്. യശോദാമ്മയുടെ കൂടെ കുറെ ഗോപ സ്ത്രീകളുണ്ട്. ഒരു പാത്രം നിറയെ ആഭരണങ്ങളുണ്ട്, പുതിയ വസ്ത്രങ്ങളുണ്ട്. യശോദാമ്മയെ കണ്ടപ്പോൾ സത്യത്തിൽ രാധാറാണിയുടെ മുഖമൊന്നു മങ്ങി. യശോദാമ്മ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് രാധാറാണിയുടെ അടുത്ത് വന്നു. രാധാറാണിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നീ എൻ്റെ സഹോദരൻ അയന്റേതാണ്. നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് നീ അയന്റെ അടുക്കലേക്ക് വരേണ്ടത്. അപ്പൊ രാധാറാണി, അയ്യോ, ഇന്നലെ എന്നോട് കറുമ്പൻ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നല്ലോ, ഈ വരവിന് കൊണ്ടുപോകത്തില്ലെന്നാണല്ലോ, എന്നെ പറ്റിക്കുകയാണോ? അപ്പോൾ രാധാറാണിയോട് യശോദാമ്മ പറഞ്ഞു, എന്താ മോൾ ആലോചിക്കുന്നത്? ഇതെല്ലാം ഇട്ടുകൊണ്ട് നിന്നെ കൊണ്ടുപോകും. ഇപ്പോഴല്ല, ഇന്ന് നീ എൻ്റെ കൂടെ വരണ്ട. കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞ് നല്ല ശുഭമുഹൂർത്തം എടുത്തിട്ട് ഞാൻ വീണ്ടും വരും. രാധാറാണി അറിയാതെ പറഞ്ഞു, ഗോവിന്ദ. അപ്പോൾ ഉടനെ യശോദാമ്മ ചോദിച്ചു, ഗോവിന്ദനോ? അതാര്? അപ്പൊ രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചത് മാത്രം. രാധാറാണി ഉള്ളിൽ പറഞ്ഞു, ഗോവിന്ദ, അപ്പോൾ നീ പറഞ്ഞത് എത്ര ശരിയാണ്. അപ്പോൾ യശോദാമ്മയെ തേടി കീർത്തി മാതാവ് വന്നു. അങ്ങനെ കീർത്തി മാതാവിനോട് യശോദാമ്മ പറഞ്ഞു, നിങ്ങളുടെ രാധയെ ഞാനങ്ങ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയെ, എൻ്റെ സഹോദരൻ അയന്റെ പെണ്ണാണിത്. അപ്പൊ കീർത്തി മാതാവ് പറഞ്ഞു, എന്താ സംശയം? അവൾ അയന്റെ പെണ്ണാണ്, അവൾ അയന് വേണ്ടി ജനിച്ചതാണ്, അവളെ അയൻ തന്നെ വിവാഹം കഴിക്കും. ഇത് ഇപ്പോൾ അവൾ അശുദ്ധിയായിരിക്കുകയാണ്. ഈ വയസ്സറിയിച്ച ഇത് തീരട്ടെ, കുളിപ്പിച്ചവള് ശുദ്ധിയാകട്ടെ. ആ ശുദ്ധിയാകുന്ന മുഹൂർത്തത്തിൽ നമുക്ക് നല്ല ജ്യോതിഷിയെ വിളിച്ച് ഒരു ശുഭ മുഹൂർത്തം സൃഷ്ടിച്ച് അയനെയും രാധയെയും നമുക്ക് ഒന്നിപ്പിക്കണം. അപ്പൊ രാധാറാണിയുടെ മുഖം വല്ലാതെ ഇരുണ്ടു. അപ്പൊ യശോദാമ്മ ചോദിച്ചു, എന്താ മോളെ ഞാൻ ഈ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ നിന്റെ മുഖം വാടിയത്? പെട്ടെന്ന് ഡായ്മ ഇടപെട്ടു. ഡായ്മ പറഞ്ഞു, അതേ, അവൾക്ക് കീർത്തി മാതാവിനെ വിട്ടുപോകാനുള്ള സങ്കടം കൊണ്ടാണ്. അവൾക്ക് കീർത്തി മാതാവിനെ വിട്ടുപോകാൻ മനസ്സില്ല. അപ്പൊ കീർത്തി മാതാവിന് വലിയ സ്നേഹമായി. കീർത്തി മാതാവ് പറഞ്ഞു, അമ്മ അവിടെ വരില്ലേ? പിന്നെ ഡായ്മയെ ഞാൻ കൂടെ വിടില്ലേ? പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത്? അമ്മ വേണമെങ്കിൽ എല്ലാ ദിവസവും വരുമല്ലോ. അപ്പോൾ ഡായ്മയെ ഒന്ന് നോക്കി. ഡായ്മയ്ക്ക് മനസ്സിലായി ആ നോട്ടത്തിന്റെ അർത്ഥം അമ്മ വരിക എന്നുള്ളതല്ല, കറുമ്പൻ. ആ കറുമ്പനെ വിട്ട് അയന്റെ അടുക്കലേക്ക് പോകാൻ രാധാറാണിക്ക് ഒട്ടും മനസ്സില്ല എന്നാണ്. യശോദാമ്മ വന്നു രാധാറാണിയുടെ നെറ്റിയില് ചുംബനവും കൊടുത്തു. യശോദാമ്മ അവിടെ നിന്ന് എന്ത് ചെയ്തു? പടിയിറങ്ങി പോവുകയായിരുന്നു. അത് രാധാറാണി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ബർസാനയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു മദ്യശാല. ആ മദ്യശാലയിൽ അർദ്ധനഗ്നകളായ സ്ത്രീകൾ ഇങ്ങനെ നൃത്തം ചവിട്ടുകയാണ്. അവിടെ 6 അടി പൊക്കമുള്ള ഒരാൾ, അതിവിശാലമായ തോളുകൾ, ഉരുക്കുപോലത്തെ കയ്യ്, ഉറച്ച ശരീരം. അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് നിറയെ രൂക്ഷഗന്ധമുള്ള മദ്യമാണ്. അവനത് മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. രാജ്യത്തെവിടെയുമുള്ള വേശ്യാലയങ്ങളിലെ നിത്യ സന്ദർശകനാണവൻ. വേശ്യാലയം നടത്തിപ്പുകാർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവൻ. കാരണം കന്യകമാരെ കിട്ടിയാൽ ചോദിക്കുന്ന പൈസയാണ് കൊടുക്കുന്നത്, ചോദിക്കുന്ന രൂപ, പണം വാരിയെറിയുന്നവനാണ് അവൻ. അവിടുത്തെ ചൂതാട്ട കേന്ദ്രങ്ങളിലെ നിത്യ സന്ദർശകനാണ്. ചൂതാട്ടമാടി അവൻ പണം സമ്പാദിക്കും. എതിർക്കുന്നവരെ അവനെ അടിച്ചമർത്തും. സ്ത്രീകൾക്ക് വേണ്ടി എത്ര രൂപ വേണമെങ്കിലും അവൻ ചെലവാക്കും.
ഇപ്പോൾ അവന്റെ മനസ്സ് നിറയെ തലേന്ന് കണ്ട ആ കറുത്ത സുന്ദരിയാണ് ഒരു നാടോടി പെൺകുട്ടി. ആരിലും കാമം ജനിപ്പിക്കുന്ന ശരീരവടിവ്, ഏതാണ്ട് 30 വയസ്സുണ്ട്, നീണ്ട കഴുത്ത്, വടിവൊത്ത മാറിടം, കന്യകമാരെ മാത്രം ഇഷ്ടപ്പെടുന്ന അവൻ ആ മദ്യശാലയുടെ ഉടമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ കണ്ട ആ നാടോടി പെൺകുട്ടിയില്ലേ, ഞാൻ ഇന്നലെ കണ്ട ആ നാടോടി പെൺകുട്ടിയില്ലേ, അവൾ കന്യകയാണോ? അപ്പൊ അയാൾ പറഞ്ഞു, കന്യകയാണ്, 30-ാം വയസ്സിലും കന്യകയായി നിൽക്കുന്നവൾ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അവളെ വേണം, കന്യകയല്ലെങ്കിൽ പോലും അവളെ വേണം. ഇത്രയും മാദകമായ ശരീരമുള്ളവരാണ് ഞാൻ കണ്ടിട്ടേയില്ല. അപ്പോൾ ഉടമ പറഞ്ഞു, അതെ, അങ്ങേക്ക് വേണമെങ്കിൽ പിന്നെ എന്താ സംശയം, അവളെ എടുത്തുകൊള്ളൂ, ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പൊ അയൻ പറഞ്ഞു, രൂപ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പോൾ മദ്യശാലയുടെ ഉടമ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, ആദ്യം അങ്ങയുടെ ആവശ്യങ്ങൾ നടക്കട്ടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ മദ്യശാലയുടെ ഗോവണിപ്പടി ഇറങ്ങി ഒട്ടുമുക്കാലും നഗ്നയായ ആ കറുത്ത പെൺകുട്ടി വരികയാണ്. അസാമാന്യമായ ആകാര വടിവുള്ള പെൺകുട്ടി. അവളെ കണ്ടപ്പോൾ തന്നെ ആ ഇരിക്കുന്ന പുരുഷന്റെ ഹൃദയം കാമം കൊണ്ട് കത്തി ജ്വലിക്കുകയായിരുന്നു. അവൾ അടുത്തു വന്നു, ആ പുരുഷന്റെ കാൽക്കീഴിൽ ഇരുന്നു. അവൾ അവളുടെ കയ്യിലിരുന്ന സുഗന്ധദ്രവ്യം എടുത്തു. ആ സുഗന്ധ തൈലം അവന്റെ പാദങ്ങളിൽ ഇങ്ങനെ പൂശിക്കൊടുത്തു. ആ നാടോടി പെൺകുട്ടി തന്റെ പാദത്തിൽ സുഗന്ധ തൈലം പുരട്ടിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ കയ്യിൽ തന്നെ നഖമാഴ്ത്തി. അവൾക്ക് വല്ലാതെ നൊന്തുപോയി. അവളുടെ കയ്യിൽ നിന്ന് ചോര ഒഴുകി. അവന്റെ വിനോദമാണത്. ഏത് പെൺകുട്ടിയെ കിട്ടിയാലും അവൻ ആദ്യം നോവിക്കും. അവൻ ആ നഖം അവന്റെ കൈകളിലേക്ക് അവളുടെ കയ്യിൽ താഴ്ത്തി ഇറക്കി. എന്നിട്ട് അവളെ വയറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് തന്റെ കൈകളിൽ കോരിയെടുത്തു. തനിക്കായി ഒരുക്കിയിട്ട മുറിയിലേക്ക് ചെന്നു. അവളെ മെത്തയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവൻ അവളോടൊപ്പം കിടന്നു. അവളുടെ ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചു. അവൾക്ക് വല്ലാതെ വേദനിച്ചു. അവള് വേദന കടിച്ചമർത്തി. അതെ, അതവന്റെ സ്ഥിരം സ്വഭാവമാണ്. ഏത് പെണ്ണിനെ കിട്ടിയാലും കൈകൾ കൊണ്ട്, കയ്യിലെ നഖം കൊണ്ട് കൈമുറിക്കും. അതിനുശേഷം ചുണ്ടുകൾ കടിച്ചു പൊട്ടിക്കും. അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു. അവൻ അവളോട് ഒന്നായി ചേരുകയാണ്. ഒടുവിൽ അവളുടെ കന്യാചർമ്മം മുറിഞ്ഞ് ചോര ഒലിച്ചു. ആ ചോര കണ്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, കന്യകമാരുടെ ചോര എനിക്കെന്തിഷ്ടമാണെന്നോ. നീ സുന്ദരിയാണ്, കറുത്ത സുന്ദരി. നിന്റെ പേരെന്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നീ സത്യം പറയില്ലല്ലോ. പക്ഷേ നീ ഇന്ന് നിന്നെ കണ്ടാൽ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഇന്ന് അമാവാസിയാണ്. അമാവാസിയുടെ ഈ കറുപ്പാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടേ പെണ്ണെ, നിന്നെ ഞാൻ അമാവാസി എന്ന് വിളിക്കുകയാണ്. ഇന്ന് മുതൽ അമാവാസി എനിക്ക് മാത്രം സ്വന്തം, എനിക്ക് മാത്രം സ്വന്തം. നീ എന്റേത് മാത്രമായിരിക്കും, നീ എന്റേത് മാത്രമായിരിക്കും. നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. എനിക്ക് നിന്നെ ഇഷ്ടമായി, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായി. അവളുടെ ആ ചെവിയിൽ അവൻ പ്രണയത്തോടെ മുരണ്ടു. അമാവാസി, അമാവാസി, എൻ്റെ അമാവാസി, എൻ്റെ അമാവാസി. അവൾ കൈകൾ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അതെ, ഞാൻ നിങ്ങളുടെ അമാവാസിയാണ്, ഞാൻ നിങ്ങളുടെ അമാവാസിയാണ്. അവൻ വീണ്ടും വിളിച്ചു, എൻ്റെ അമാവാസി. ആരാണിയാള്, ആരാണിയാള്?
6 അടി പൊക്കമുള്ള അസാധാരണമായ ശരീരവടിവുള്ള ഇയാൾ ആരാണ്? ഈ അമാവാസ്യ ആരാണ്? ഇവർക്ക് എന്താണ് രാധയുടെ പ്രണയത്തിൽ സ്ഥാനം? നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥകളാണ്. ഇതുവരെ നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത കഥകളാണ്. അതുമായി ഞാൻ വരും. അറിയണ്ടേ ഇയാൾ ആരാണെന്ന് അറിയണ്ടേ? രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.